കോഴിക്കോട് വടകര മുക്കാളിയിൽ ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞു വീണ 6 മണിക്കൂർ നേരം ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. ദേശീയപാത വികസനത്തിനായി വീതി കൂട്ടിയ ഭാഗത്താണ് മണ്ണിടിഞ്ഞത്. 1.5 മാസം മുൻപ് നിർമ്മിച്ച സുരക്ഷാ ഭിത്തി ഉൾപ്പെടെയാണ് ഇടിഞ്ഞു വീണത്. നാട്ടുകാരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അപകട ഭീഷണിയിലായ കുടുംബത്തെ വാടക വീട്ടിലേക്ക് മാറ്റി സംരക്ഷണ ഭിത്തി നിർമ്മിക്കാമെന്ന് ദേശീയപാത അതോറിറ്റി ഉറപ്പു നൽകി. രാവിലെ 8 മണിക്കാണ് മണ്ണിടിച്ചിലുണ്ടാകുന്നത്. കണ്ണൂർ കോഴിക്കോട് ദേശീയപാതയിൽ കോഴിക്കോട് ഭാഗത്തേക്കാണ് ഈ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. ഏകദേശം 75 മീറ്റർ നീളത്തിൽ 20 മീറ്റർ ഉയരത്തിലാണ് മണ്ണ് പൂർണ്ണമായി ഇടിഞ്ഞ് ദേശീയപാതയിലേക്ക് വീണിരിക്കുന്നത്. അപകട സമയത്ത് റോഡിൽ ഈ ഭാഗത്ത് വാഹനങ്ങൾ ഉണ്ടാകാതിരുന്നത് വലിയ അപകടമാണ് ഒഴിവാക്കിയത്. ഇതിനെ തുടർന്ന് കണ്ണൂർ കോഴിക്കോട് ദേശീയപാതയിൽ ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചു. വാഹനങ്ങളൊക്കെ തന്നെ വഴിതിരിച്ചു വിട്ടു. അത്യാവശ്യം ആംബുലൻസ് മാത്രമാണ് കടത്തിവിട്ടത്. സ്കൂളിലേക്കുള്ള കുട്ടികൾ ഉൾപ്പെടെ ഒപ്പം തന്നെ ഓഫീസിലേക്ക് പോകുന്ന സമയമൊക്കെ തന്നെ ആയതുകൊണ്ട് നിരവധി യാത്രക്കാർ ഈ ദേശീയപാതയിൽ ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ ഓഫീസുകളൊക്കെ തന്നെ എത്താൻ വൈകിയിരുന്നു. ഇവിടെ 20 മീറ്റർ ഉയരത്തിൽ മണ്ണെടുത്ത് അതിനുശേഷം ഈ സുരക്ഷാ ഭിത്തി കെട്ടിയിട്ട് ഒരു 1.5-2 മാസം മാത്രമേ ആയിട്ടുള്ളെന്ന് നാട്ടുകാർ പറയുന്നു. ഇത് കോൺക്രീറ്റ് വാളോ അല്ലെങ്കിൽ കരിങ്കൽ കെട്ടോ അല്ല, ഹൈബ്രിഡ് ടെക്നോളജി ആണെന്നാണ് എഞ്ചിനീയർമാർ പറയുന്നത്. പക്ഷേ ഈ സംവിധാനം ഇവിടെ പാടില്ല എന്ന് നാട്ടുകാർ നേരത്തെ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. കാരണം മണ്ണ് ഇടിഞ്ഞു പോയത് അടിയിൽ നിന്ന് വലിഞ്ഞ് പൂർണ്ണമായും റോഡിലേക്ക് വീഴുകയാണ് ചെയ്തിരിക്കുന്നത്. ഏതായാലും അപകടത്തെ തുടർന്ന് റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസൊക്കെ തന്നെ ഇവിടെ നാട്ടുകാർ ഉൾപ്പെടെ പഞ്ചായത്ത് പ്രതിനിധികളൊക്കെ തന്നെ എത്തിയെങ്കിലും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്താൻ വൈകിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മണ്ണിടിഞ്ഞതിൻ്റെ മുകളിൽ വീടുകളുണ്ട്. ആ വീടുകളും അപകടത്തിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വീടുകൾ പൂർണ്ണമായും ദേശീയപാത അതോറിറ്റി ഏറ്റെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഞങ്ങൾ ഏതാണ്ട് ഒരു 20 മീറ്റർ അകലെയാകുമ്പോഴേക്ക് തന്നെ ഈ ഇടിഞ്ഞു വീഴാൻ തുടങ്ങിയിരിക്കും. അപ്പോൾ വലിയ നിലക്കുള്ള ഒരു അടർന്നാണ് ഈ കാര്യങ്ങളൊക്കെ വീണിരിക്കുന്നത്. ശാസ്ത്രീയമായിട്ടല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് നീക്കം വെച്ചുകൊണ്ട് 2-3 സ്റ്റെപ്പായി വലിയ ഒരു സംരക്ഷണ ഭിത്തി കെട്ടിയാൽ മാത്രമേ ഈ പ്രദേശത്തിന് പരിഹാരം ഉണ്ടാവൂ. 2-3 വീട്ടുകാർ മേലെ താമസിക്കുന്നുണ്ട്. റോഡാണ്. അപ്പോൾ ആ സ്ഥലം അക്വയർ ചെയ്തെങ്കിൽ മാത്രമാണ് ഈ മണ്ണ് ഇവിടുന്ന് നീക്കം ചെയ്യാൻ പറ്റൂ. അവർക്ക് സേഫ്റ്റി വേണം. അഴിയൂർ മുതൽ വെങ്ങളം വരെ ഈ ദേശീയപാത 6 വരി പാതയുടെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്ന വാഗാട് കമ്പനിയാണ്. ഈ റീച്ചിൽ പല സ്ഥലങ്ങളിൽ പരാതികൾ വ്യാപകമായി ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ പ്രശ്നം. ഇവിടെ മാത്രമല്ല, കഴിഞ്ഞ ദിവസം മൂരാട് ഭാഗത്ത് സമാനമായ രീതിയിൽ മൂരാട് പാലത്തിന് സമീപം മണ്ണിടിഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ തിക്കോടി പയ്യോളി മേഖലയിലൊക്കെ തന്നെ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട് മണിക്കൂറുകളോളമാണ് വാഹനങ്ങൾ ദേശീയപാതയിൽ കുരുങ്ങിക്കിടക്കുന്നത്. അതിൽ മന്ത്രി ഉൾപ്പെടെയുള്ള ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉദ്യോഗസ്ഥർ ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ വാർത്തയെ തുടർന്ന് ഇടപെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇവിടെ വടകര മേഖലയിൽ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും അടിയന്തര ഇടപെടൽ വേണം. താൽക്കാലിക പരിഹാരമല്ല, സ്ഥിരമായ ഒരു പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇന്ന് റിപ്പോർട്ടർ.